കൂട്ടമ്മ എന്തുവാ? സുഗുണന്റെ മോനാ. ചാച്ചൻ പറഞ്ഞ ഇങ്ങോട്ടൊന്ന് പറഞ്ഞേന്ന്. നീ ഏതാ പണി പഠിക്കാൻ വന്നേ? എന്തുവാ എന്റെ പേര്? ഞാനാ, എന്റെ പേര് രാജേഷ്. രാജേഷ് ഇന്നലെ എന്താ വരാത്തത്? ഇന്നലെ വരുമെന്നാണ് ഇവിടെ ചാച്ചൻ പറഞ്ഞത്. ഞാൻ ഇന്നലെ വന്നായിരുന്നേ. ഞാൻ ഇന്നലെ കടയിലാണ് പോയത്. ചാച്ചൻ പറഞ്ഞ ഇന്നലെ വീട്ടിലൊന്ന് വന്ന് നോക്കാൻ. മഴയുണ്ടായപ്പം കടയിലോട്ട് അങ്ങനെ പോകുന്നില്ല. ഇപ്പൊ വീട്ടിലിരുന്ന് പണിയേ ഉള്ളൂ. അച്ഛനെ ഇത് എങ്ങോട്ട് വെക്കാനാ? എന്തുവാ ചോറാണത്? അത് അങ്ങോട്ടേക്ക് വെക്കണം. പണി വല്ല അറിയോടെ എനിക്ക്? ചാച്ചനൊന്നും പറഞ്ഞില്ലായിരുന്നു. ഇവിടെ ചാച്ചൻ പറഞ്ഞ നീ പറ്റില്ല പറ്റുന്നു. തോറ്റ് ആശരപ്പണി അടിച്ചിട്ട് വേണോ എനിക്ക് ഗൾഫിൽ കയറി പോവാ. നീ എന്റെ ഉള്ളിയുടെ പുറത്ത് കയറിയാ ഗൾഫിന് പോന്നേ? അല്ല നീ വന്നപ്പോഴാണ് ഉള്ളിയും ചുറ്റിലും കൊടുത്തത്, അതുകൊണ്ട് ചോദിച്ചതാ. ചാച്ചൻ പറഞ്ഞ അടക്കം പോയി നോക്കിയിരിക്കുന്നില്ല, എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യണമെന്ന്. അപ്പൊ നീ ആശാരി പണി പണിച്ചിട്ട് ഗൾഫിൽ പോവും. ചെയ്തു. ഞാൻ ഇത് ചേർക്കട്ടെ. നിനക്ക് ചിന്തരാട്ടാ അറിയോടാ? ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊക്കെ വെച്ച് നീക്കുന്നത്. നീ അത് ഒറ്റടിക്ക് വരത്തിട്ടെ, നീ ചിന്തരാട്ടെ. ആശാനെ ഇത് വെച്ച് എങ്ങനെ അളക്കും? എടാ ഇത് അട്ടത്തെ വിളിച്ച് വരടാ. നിനക്ക് ഒന്നും അറിയത്തില്ലല്ലോ ചേർക്കാ. ആശാനാണോ ആശാനെ എന്റെ ചുട്ടിക്കയറ്റി വെച്ചേക്കുന്നത്? ആശാൻ ഇത് എന്തോ എന്റെ ചുട്ടിക്കയറ്റി വെച്ചേക്കുവോ? എങ്ങനെയാ നീ ഈ വർഷം തന്നെ ഗൾഫിൽ കയറി പോലോടാ? ആശാൻ ഇത് എന്താ കാണിക്കുവോ? ഞങ്ങളുടെ വീട്ടിൽ പെൻസിലോട്ടി ഇരിപ്പുണ്ടായിരുന്നു. ചാച്ചൻ പോലും ഒന്നും പറഞ്ഞില്ല. അല്ല ഞാൻ കൊണ്ടുവരത്തില്ല. മോൻ വലിയ സഹായം ചെയ്യണ്ട മോൻ. ഇത് വെച്ച് അങ്ങോട്ട് വരച്ചിട്ട് ഒരടി വരച്ചിട്ട് അങ്ങോട്ട് ചിന്തട്ട്. ആശാനെ ഇതിന്റെ അത് ഏതൊന്നിനും അടിക്കണ്ട. ഇതിന്റെ ഒത്തിരി ഒന്നുണ്ട്. 10 തോറ്റത് വലിയ സംശയമൊന്നുമില്ല. ഞാൻ ഇത് ഒരടി ഇതിലോട്ട് വരെ. ആശാനെ ഞാൻ എന്തായാലും വരക്കട്ടെ. പറയും. ആശാനെ ഇത് ഇളകുന്നില്ല. അങ്ങനെ പോനെ ബ്ലേഡ് എന്തേലും ഇല്ലയോ? വല്ലവനും കാശ് മുടക്കിയിട്ടൊക്കെ തടിയാ. നിനക്ക് ചെത്തി കളയാനുള്ളതല്ലേ. ഇനിയിപ്പോ ഇതില്ലാതെ പണി. അപ്പൊ ഇതൊന്നും ആശാനെ അല്ലായിരുന്നു. ചാച്ചൻ പറഞ്ഞത് മൊത്തം ആശാന്റെ ആണ്. അവിടെ കൊച്ചനെ വല്ലവന്റെ തടിയില്ലയോ? അവര് പണിയെ ഇവിടെ കൊണ്ട് തരുന്നില്ലയോ? ഈ പണി സാധനം മാത്രമേ ഉള്ളൂ എന്റെ. അപ്പൊ ഞാൻ ഗൾഫിന് പോകാൻ ഇത് മൊത്തം കൊണ്ടുപോകണല്ലേ? എനിക്ക് ഗൾഫിൽ പോയി ഉണ്ടാക്കണമെങ്കിൽ നിന്റെ തന്തയോടാണ് എനിക്ക് പണി സാധനങ്ങൾ വാങ്ങിച്ചേ. അല്ല ഞാൻ ഇവിടെ വാങ്ങിച്ചിട്ടൊക്കെ സാധനം വല്ല നോക്കിക്കൊണ്ട് പോകുന്നില്ല. അല്ല ആശാനെ, അപ്പൊ ഞാൻ ഇതിന്റെ പേരൊക്കെ ഞാൻ എവിടെ പോയി ഏത് കടയിൽ പോയി ഞാൻ മേടിക്കും. ആശാൻ വൈകിട്ട് മുമ്പ് ഇതിന്റെ പേരൊക്കെ എഴുതി തരണം ആശാനെ. നീ വന്നപ്പോ തൊട്ട് അതേ നല്ല പണി. നീ അതിങ്ങി തന്നെ. നീ ഈ പനല് വല്ലതും വെച്ച് കളിച്ചാൽ മതിയോ? ആശാനെ അപ്പൊ ഇതിന്റെ തടിയൊക്കെ മുറിക്കാൻ വേണ്ടിയേ ഇപ്പൊ ഒത്തിരി മിഷീനൊക്കെ ഉണ്ടല്ലോ, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ആശാൻ പിന്നെ എന്തിനാ ഇതൊക്കെ വെച്ച് ചെയ്യുന്നത്? നീ ബസ്സിൽ സ്കൂളിലോട്ട് ചെന്നപ്പോഴേ നിന്നെ അക്ഷരം എഴുതിപ്പിക്കുമായിരുന്നു, അതായത് നിന്നെ കൊണ്ട് വായിപ്പിക്കുമായിരുന്നു ചെയ്ത്. എനിക്ക് വായിക്കാനൊന്നും അറിയത്തില്ല. അതുകൊണ്ടല്ലേ ഞാൻ 10ാം ക്ലാസ് പോകത്തത്. അതാ നീ ആദ്യമേ അക്ഷരം പഠിക്കുമായിരുന്നു. അല്ലാതെ നിനക്കിപ്പോ ഈ മെഷീൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നീ ഇപ്പൊ എന്താ കാണിക്കുന്നേ? എനിക്കറിയത്തൊന്നുമില്ല. ഞാൻ പെൻസിലൊന്നും വെക്കാറായില്ല. ഞാൻ പറയാൻ അതൊക്കെ. ആശാനെ പിന്നെ നാളെ ഞാൻ വരില്ല. നാളത്തെ കൂടി ഇന്നൊന്നും പഠിപ്പിക്കണം. നാളെ ഞങ്ങളുടെ കിഴക്കേരി JCB വരും മണ്ണെടുക്കാൻ വേണ്ടി. എനിക്കത് കാണാൻ പോകണം. നീ ഒരു കാര്യം ചെയ്യും. ഇവിടെ ചാച്ചൻ തന്നോണ്ട് ചോറ് എടുത്തോണ്ട് ഇറങ്ങിക്കോ. ഇപ്പഴേ അങ്ങ് ഇറങ്ങിക്കോ. അവിടെ പോടാ. ചുമ്മാ എന്നെ കൂടെ മെനക്കെടുത്താൻ വേണ്ടി. ഓ